തീവ്രവാദ ആക്രമണങ്ങൾ തുടർന്നാൽ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്താൻ പാകിസ്ഥാൻ മടിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ്. ഇതിനകം തന്നെ വഷളായ ഉഭയകക്ഷി ബന്ധങ്ങളും പ്രാദേശിക സുരക്ഷാ സംഘർഷങ്ങളും ഖൈബർ പക്തൂൺഖോയിൽ നിരവധി പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട മാരകമായ ബോംബാക്രമണം, അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷാ ആശങ്കകൾ രൂക്ഷമാക്കൽ എന്നിവയ്ക്കിടയിലാണ് ഇത്. പാകിസ്ഥാനെ ലക്ഷ്യമിടാൻ സായുധ സംഘങ്ങൾ അഫ്ഗാൻ പ്രദേശം ഉപയോഗിക്കുന്നത് തുടർന്നാൽ ഇസ്ലാമാബാദ് വ്യോമാക്രമണം നടത്താൻ മടിക്കില്ലെന്ന് ഒരു വിദേശ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ആസിഫ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഞങ്ങൾ നടപടിയെടുക്കാൻ മടിക്കില്ല. സൈനിക ഓപ്ഷനുകൾ ഇപ്പോഴും ലഭ്യമാണെന്നും ആവശ്യമെങ്കിൽ അവ പ്രയോഗിക്കാമെന്നും സൂചന നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദികളാണ് കാരണമെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ആരോപിച്ചിട്ടുണ്ട്. തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ എന്നിവയുൾപ്പെടെയുള്ള നിരോധിത ഗ്രൂപ്പുകൾ അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആസിഫ് അവകാശപ്പെട്ടു. പാകിസ്ഥാനിലെ നിയന്ത്രണം ഉപയോഗിക്കുന്ന അധികാരികളുടെ മൗന പിന്തുണയില്ലാതെ അത്തരം ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം വാദിച്ചു. തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ എന്നിവയുൾപ്പെടെയുള്ള നിരോധിത ഗ്രൂപ്പുകൾ അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആസിഫ് അവകാശപ്പെട്ടു. പാകിസ്ഥാനിലെ നിയന്ത്രണം പ്രയോഗിക്കുന്ന അധികാരികളുടെ മൗന പിന്തുണയില്ലാതെ അത്തരം ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വാദിച്ചു. ന്യൂഡൽഹി, കാബൂൾ തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നിവ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുള്ള നെറ്റ്വർക്കുകളുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്നും പ്രതിരോധ മന്ത്രി ആരോപിച്ചു. കാബൂളിന്റെ പ്രദേശം ശത്രുപരമായ പ്രവർത്തനങ്ങൾക്ക് പ്രായോഗികമല്ലെന്ന് ഉറപ്പാക്കാൻ ഇസ്ലാമാബാദിന് കഴിയുമെങ്കിൽ അവർ ഏറ്റുമുട്ടൽ ഒഴിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. അതേസമയം തീവ്രവാദികളുടെ സുരക്ഷിത താവളങ്ങൾ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായുള്ള വ്യാപാര നയതന്ത്ര ഇടപെടലുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുമെന്ന് വാണിജ്യമന്ത്രി ജാം കമാൽ ഖാൻ അടുത്തിടെ പറഞ്ഞിരുന്നു. താലിബാന്റെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ അധികാരികൾ തങ്ങളുടെ പ്രദേശത്ത് നിന്ന് സായുധ സംഘങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന വാദം നിരന്തരം നിഷേധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നയതന്ത്ര മധ്യസ്ഥതയ്ക്കായി ഇസ്താംബുളിൽ, ദോഹയിലും കാബൂളിലും നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തതായി ആസിഫ് സമ്മതിച്ചു. എന്നിരുന്നാലും അത് വ്യക്തമായ ഫലങ്ങൾ നൽകിയില്ല. സാധ്യമായ വ്യോമാക്രമണങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആസിഫ് പരാമർശിച്ചിട്ടില്ല. ആസിഫിന്റെ പരാമർശങ്ങളോട് അഫ്ഗാനിസ്ഥാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും പാകിസ്ഥാന്റെ ഏതെങ്കിലും സൈനിക നടപടിക്കെതിരെ തിരിച്ചടിയാകുമെന്ന് അവർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.